ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ മറ്റൊരു ദിവസം വെൽക്കം ടു ലക്ഷ്മി നായേഴ്സ് ട്രാവൽ വ്ളോഗ്സ്. ഇപ്പോഴും നമ്മൾ ഗ്രീൻബർഗ് റിസോർട്ടിലാണ് ഞാൻ താമസിക്കുന്ന കോട്ടേജ് ഇതാണ്. ഓക്കെ, അവിടെ നിന്ന് ഇറങ്ങി നടന്നു വരിക. നല്ല മഴ വന്നും പോയിരിക്കുന്നു. അതിൻ്റേതായ ഭംഗിയുള്ളൊരു ആംബിയൻസ്. എന്താ എനിക്ക് പറയാൻ വാക്കുകളില്ല. നല്ലൊരു നോസ്റ്റോ ഫീലിംഗ് ആണ് ഇവിടെ വരുമ്പോൾ. ഓക്കെ, ഇപ്പോൾ നടന്ന് നല്ല തിരക്കുണ്ട് ഇവിടെ. എല്ലാ കോട്ടേജസും ബുക്ക്ഡാണ് കേട്ടോ. ആൾക്കാർ ബഹളം. അപ്പോൾ പൂളിൻ്റെ ഭാഗത്ത് നമ്മളിതൊരു പൂള് കണ്ടില്ലല്ലോ, ആ ഭാഗത്ത് കൂടി നടക്കാം. എന്നിട്ട് റെസ്റ്റോറൻറ്റിൻ്റെ ആ ഭാഗത്തേക്ക് പോകാം. ഷെഫിനെയൊക്കെ ഒന്ന് മീറ്റ് ചെയ്യാം. ഇവിടെ ഇങ്ങനെ നടന്ന് കാണാൻ തന്നെ കുറേ കാഴ്ചകളുണ്ട്. എന്ത് രസമറിയാം, ചുമ്മാ ഇങ്ങനെ നടക്കാം. അയ്യോ എന്താ പറയണ്ടേ, നേച്ചർ. പിന്നെ അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്നവർക്ക് എൻ്റെ പിന്നിലേക്ക് നോക്കിക്കോളൂ. ഇഷ്ടം പോലെ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ്. അത് ഞാൻ അഡ്വഞ്ചർ ആളല്ല, ചെയ്യുന്നില്ല. പൂളാണെങ്കിലും ഇപ്പോൾ ഞാൻ ആ സൈഡിൽ കൂടി വന്നതേ ഉള്ളൂ. ഇപ്പോൾ കുറേ ആൾക്കാർ അതിനകത്തുണ്ട്. അവരുടെ പ്രൈവസി ആയതുകൊണ്ട് ഞാൻ അത്രയ്ക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു. അതല്ലാണ്ട് പൂളിൽ നിങ്ങൾക്ക് കാണാം. ഇനി പല റൂട്ടുണ്ട് കേട്ടോ, ഷോർട്ട് കട്ട്സ് ഉണ്ട്. നടന്ന് കയറുന്നുണ്ട്. കാറ് വരുന്നൊരു ഭാഗം വരെ ഉണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്, രസമാണ്. എന്താ ബാക്കിലേക്ക് നോക്കിക്കോളൂ. ഇതാണ് ഇവിടുത്തെ അഡ്വഞ്ചർ ഏരിയ. പക്ഷേ ഇപ്പോൾ ആരും കയറിയിട്ടില്ല, എല്ലാവരും പൂളിലാണ്. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ആൾക്കാർ ഇവിടെ വരും. ഇവിടെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വരുന്നത് ടൂറിസ്റ്റുകൾ ഫാമിലി. ഓക്കെ, ഫാമിലി എന്ന് പറയുമ്പോൾ ബന്ധുക്കൾ, കസിൻസ് എല്ലാവരും കൂടി ഒന്നിച്ച് ഗ്രൂപ്പ് ടൂറ്. പിന്നെ ഓഫീസ്, പല ഓഫീസുകളിൽ നിന്നുള്ള ഗ്രൂപ്പ് ടൂറ്. അങ്ങനെയാണ് ഒത്തിരി ഗ്യാങ് ആയിട്ടാണ് വരുന്നത്. 1, 2, 3 പേരായിട്ടല്ല, പല സ്ഥലത്തുനിന്നും ഗ്രൂപ്പ് കുട്ടികൾ ഉൾപ്പെടെ അവർക്ക് അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് അത്. അങ്ങനത്തെ സ്ഥലങ്ങൾ വളരെ കുറവല്ലേ. അതാണ് ഇവരുടെ ഏറ്റവും കൂടുതൽ ഇവിടെ വരുന്ന ഗസ്റ്റ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഡേ പാക്കേജസ് ഇവർക്കുണ്ട്, സ്റ്റേ ബാക്ക് അല്ലാതെ അടുത്തൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ രാവിലെ മുതൽ വൈകുന്നേരം വരെയൊക്കെ പോകുന്നു. അങ്ങനെ വരുന്ന ആൾക്കാരെ ഞാനിവിടെ മീറ്റ് ചെയ്തു. ലഞ്ചും ചിലർ ഡിന്നറും കഴിഞ്ഞിട്ടേ പോകുള്ളൂ. പക്ഷേ ഈ പൂൾ ആക്ടിവിറ്റീസൊക്കെ എടുക്കാം അവർക്ക്. 10 മണിക്കൊരു ടീ ആൻഡ് സ്നാക്ക്, പിന്നെ ഒരു ലഞ്ച്, പിന്നെ ഈവനിങ് ടീ ആൻഡ് സ്നാക്ക് കഴിഞ്ഞിട്ട് പോകുന്നു. പക്ഷേ എല്ലാ കാര്യങ്ങളും ആസ്വദിക്കാം, ഇവിടുത്തെ ഫെസിലിറ്റീസ്. പിന്നെ ഇവിടുത്തെ മരങ്ങളുടെ കാര്യം പറഞ്ഞാൽ എല്ലാ ഫ്രൂട്ട് ട്രീസും ഉണ്ട് കേട്ടോ. ഏറ്റവും കൂടുതൽ കണ്ടത് ചക്കയാണ്, ജാക്ക് ഫ്രൂട്ട്, പിന്നെ മാവ്, മാംഗോസ്റ്റീൻ, റംബുട്ടാൻ, പിന്നെന്താ കുറേ കശുമാവ്, കാഷ്യൂനട്ട് ട്രീ, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇത് അഡ്വഞ്ചർ സോൺ. ചിൽഡ്രൻ ബിലോ ദി ഏജ് ഓഫ് 12 നോട്ട് അലൗഡ്. അത്രയും വലിയ ഭയങ്കര അഡ്വഞ്ചർ ആണല്ലോ. 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പ്രവേശനമില്ല, മുതിർന്നവർക്കും അല്ലാത്ത കുട്ടികൾക്ക് ആഫ്റ്റർ 12. റിസോർട്ടിൻ്റെ കാഴ്ചകളെല്ലാം കണ്ടിങ്ങനെ നടക്കുന്ന കൂട്ടത്തിൽ ഞാൻ വീണ്ടും ഫാമിൻ്റെ ഏരിയയിലെത്തിയിരിക്കുന്നു. നമ്മുടെ എന്താ പറയുക, ഇവരിവിടെ വളർത്തുന്ന താറാവ്, കോഴി, ആട്ടിൻകുട്ടികൾ, അങ്ങനത്തെ ആ ഒരു ഏരിയയിലെത്തിക്കഴിഞ്ഞു. ഇന്നലെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നപ്പോൾ മഴ പെയ്യായിരുന്നു, ഭയങ്കര മഴയായിരുന്നു. അത് കാരണം കാര്യമായിട്ടൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല ഉള്ളിലെ കാഴ്ചകൾ. അതുകൊണ്ട് ഒരിക്കൽ കൂടി ഒന്ന് അകത്തെ കാഴ്ചകളൊക്കെ കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് നിങ്ങളിലേക്കും കൂടി എനിക്കൊന്ന് കാണിച്ചു തരണം എന്ന് തോന്നി. നല്ല ക്യൂട്ടല്ലേ ഇവരെല്ലാം, കാണാൻ തന്നെ എന്ത് രസമാണ്. നല്ല ഡക്ലിങ്സും കുഞ്ഞു താറാവ് കുട്ടികളും എല്ലാവരും ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീനാണ് കേട്ടോ. അവരുടെ പുതിയ ഇവിടെ പണി തീർന്നിരിക്കുന്ന അവരുടെ പുതിയ വാസസ്ഥലവും എല്ലാം കണ്ടുകൊണ്ട് പോകുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഏരിയ, നല്ല ലൈഫുള്ളൊരു ഏരിയയാണ്. ഇത് കണ്ടു നോക്കിക്കോളൂ, അടിപൊളിയാണ്. നമ്മുടെ കാഷ്യൂനട്ട് ട്രീയുടെ അടുത്ത് നിൽക്കണു. ഈ ഒരു സൈസിൽ, അതായത് പച്ചക്കശുവണ്ടി എന്ന് പറയില്ലേ, കശുവണ്ടീനെ ഇതിങ്ങനെ മുറിച്ചെടുക്കും. അകത്ത് നല്ല ടെൻഡർ കാഷ്യൂനട്ട് ഉണ്ടാവും. ഇതാണ് ഏറ്റവും നല്ലത്. മെഴുക്ക് വരട്ടി ഉണ്ടാക്കാൻ, തീയലുണ്ടാക്കാം, പല കാര്യങ്ങളും ഉണ്ടാക്കാം. ഇറച്ചി പോലെ വയ്ക്കാം, മസാലക്കറി ഉണ്ടാക്കാം. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് കളക്ട് ചെയ്യാം, എന്നിട്ട് ഷെഫിനെ ഏൽപ്പിക്കാം. ഷെഫിനോട് അദ്ദേഹത്തിൻ്റെ കൈപ്പുണ്യം നമുക്ക് തീയലുണ്ടാക്കി തരാൻ പറയും. അങ്ങനെയുണ്ട്, നാച്ചുറൽ പറിച്ചിട്ട് ഇവിടുന്ന് തന്നെ കൊടുക്കുമ്പോൾ അതൊരു പ്രത്യേക സംഭവമല്ലേ. അപ്പോൾ ഇനി റെസ്റ്റോറൻറ്റിൻ്റെ ഭാഗത്തേക്ക് പോയാലോ. ഇവിടെ ഇങ്ങനെ കണ്ടു നടക്കാൻ എനിക്ക് അറിയുന്നില്ല പറയാനായിട്ട്. ഇങ്ങനെ നടക്കാൻ തന്നെ എന്ത് രസമാണ്. ഫുൾ പച്ചപ്പും നല്ല മരങ്ങളുടെ ഇടയിലൂടെ അങ്ങോട്ട് നോക്കിയാൽ അവിടെ എല്ലാം ഭയങ്കര വ്യൂ പോയിൻ്റാണ്. പക്ഷേ അവിടെ എല്ലാം ഇപ്പോൾ കൂടെ മഴയുടെ ഒരു വൈബ് എന്ന് പറഞ്ഞാൽ അത് വേറെ അല്ലേ. മഴ നനഞ്ഞ് നടക്കണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ പിന്നെ നമുക്ക് ഷൂട്ടും കൂടിയല്ലേ, അപ്പോൾ നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്ക് ബുദ്ധിമുട്ടാകും. ഇന്ന് ഷൂട്ടില്ലായിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ നനയുമായിരുന്നു. ഇങ്ങനെ മഴവെള്ളം നനഞ്ഞ് രസകരമായിട്ട് നടക്കും. ഇത് നോക്കിയേ, ഇതാണ് ഇവിടുത്തെ റോസ് ആപ്പിളിൻ്റെ മരമാണ് കേട്ടോ. പനിനീർ ചാമ്പ നല്ല വലിയ ചാമ്പയ്ക്കല്ലേ, അതായത് ഈ മരത്തിൽ അതുണ്ടാവുന്നത്. ഞാൻ പറഞ്ഞില്ല ഇവിടെ ഫുൾ ഫ്രൂട്ട് ട്രീസാണ്. ഇത് മാത്രം ഉണ്ടെന്നറിയോ, അയ്യോ രക്ഷയില്ല. എല്ലാം കൂടി ഏതാണ്ട് ഒരു 70 ഏക്കറിന് മേലെ ഉണ്ട്, ബിറ്റ്വീൻ 70 and 80 ഏക്കേഴ്സ്. അപ്പോൾ അത്രയും കാണുമല്ലോ മരങ്ങളും ഒക്കെ ആയിട്ട്. അയ്യടാ, അതേ ഇവിടെ മാങ്ങ ഇത്ര താഴെ നിൽക്കുന്ന നോക്കിയേ കാഴ്ച. നമുക്ക് വേണമെങ്കിൽ പറിക്കാൻ പറ്റുന്ന അത്രയും ഹൈറ്റിൽ. ഇതിലേത് മാങ്ങയാണ് മുറിക്കേണ്ടത്, ഏതാ വളഞ്ഞ്, അങ്ങനെയൊന്നുമില്ല. ഏത് വെറൈറ്റി എന്ന് അറിയില്ല. പക്ഷേ ഇങ്ങനെ മാങ്ങ കണ്ടാൽ പറിക്കാത്ത ആരല്ലേ, ഒരെണ്ണം പറിക്കാം. താഴെ പോയി ഷെഫിനോട് ചോദിക്കരുത്. നല്ല ചൊനയുടെ മണം, പുളിയുണ്ടെന്നാണ് തോന്നുന്നത്. ഇങ്ങനെ കൈയെത്തുന്ന ദൂരത്ത്
മാങ്ങ പറിക്കാൻ പറ്റുന്നു. ഇച്ചിരി കറിയുണ്ട് കേട്ടോ, വിളിക്കുന്നുണ്ട്. ഷെഫിന് കൊടുക്കാം. യെസ്, റെസ്റ്റോറൻറ്റിൻ്റെ ഭാഗത്തെത്തി. ഇപ്പോൾ കിച്ചണും അവിടെയാണല്ലോ. ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് ഭാഗത്ത് നിൽക്കുവാണ്. ഞാൻ ഷെഫിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഷെഫ് കുറച്ച് സ്നാക്കൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ റെസ്റ്റോറൻറ്റ് ഇത് ഔട്ട്ഡോർ ഏരിയ ആണ്. ഇൻഡോർ റെസ്റ്റോറൻറ്റ് പ്ലസ് ആൻ എക്സ്റ്റൻഡഡ് ഏരിയ. ഇതിങ്ങനെ പുറത്തിരുന്ന് കഴിക്കുന്ന ഫീലിംഗ്. ഇതിൻ്റെ തൊട്ട് മേളിലായിട്ടൊരു ബാൽക്കണി പോലെയുണ്ട്. അത് പുറത്തേക്കുള്ള വ്യൂ കണ്ടുകൊണ്ട് പുറത്തുനിന്ന് പറഞ്ഞാൽ അവിടെ നോക്കുമ്പോൾ കുറച്ചുകൂടെ ഒരു നേച്ചർ വ്യൂ കിട്ടുന്ന ആ ഒരു ഭാഗമുണ്ട്. അതും കൊള്ളാം, നല്ല രസമാണ്. ഫുള്ളായി കഴിഞ്ഞാൽ എല്ലായിടത്തും ആളുണ്ടാവുമല്ലോ. അപ്പോൾ ഇങ്ങനെ ഇവിടെ എന്തൊക്കെ ഫ്രൂട്ട്സ് അറിയാം, ഞാൻ അറിയാതെ പോയതാണ്. വെൽവെറ്റ് ആപ്പിൾ എന്ന് പറഞ്ഞിട്ട് ഒരു മരമുണ്ട്, അതിൽ ഉള്ള ഫ്രൂട്ടും ഉണ്ട്. അത് പറ്റുമെങ്കിൽ കാണാം കേട്ടോ. പിന്നെ ഈ നമ്മൾ കണ്ടല്ലോ നമ്മുടെ പനിനീർ ജാമ്പ, അതിൻ്റെ മരങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇതൊരെണ്ണമാണ് നമ്മൾ കണ്ടത്. ഇനിയുണ്ട് റോസ് ആപ്പിളിൻ്റെ കുറേ ഉണ്ട്. പിന്നെ മാംഗോസ്റ്റീൻ ഉണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു റംബുട്ടാൻ ഒരെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ, അത് അത്രയും ഇവിടെ അങ്ങോട്ട് പച്ച പിടിക്കുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ മാംഗോസ്റ്റീൻ, മാംഗോസ്, ഇതുപോലെ റോസ് ആപ്പിള്, പിന്നെ വെൽവെറ്റ് ആപ്പിൾ, ജാക്ക് ഫ്രൂട്ട് ട്രീസ്, ഇങ്ങനെ കുറേ മൾബറി ഒക്കെ ഉണ്ട്. നല്ല രസമാണ്. സ്നാക്ക് ഇസ് റെഡി. ഷെഫ് അതെല്ലാം ആ ഷെഫ് ഇതേ വരുത്തും. ഷെഫിൻ്റെ സ്നാക്ക് വാവ്. അത് ശരി, പഴം നിറച്ചതാണ് അല്ലേ? 1 ഈസ് പഴം നിറച്ചത്. ഇതെന്താ ഷെഫ്? പനീർ പക്കോട. അതിങ്ങനെ ഇതിൽ കോർത്തിട്ടല്ലേ 2-3 എണ്ണം. പഴം നിറച്ചത് ഇങ്ങനെ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് പനീർ പക്കോടാസ്, സോസ്. അടിപൊളിയാണ്. ഓ, ഭയങ്കര ഫില്ലിംഗ് ആണല്ലോ ദൈവമേ. ചിക്കൻ സാൻഡ്വിച്ച്, പഴം നിറച്ച്, അടിപൊളി. എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മലബാർ സ്നാക്കാണത്. ഇവിടുത്തെ പൈനാപ്പിളിൻ്റെ ജ്യൂസ്. അപ്പോൾ സ്ഥലം കണ്ട് നടക്കുന്ന കൂട്ടത്തിൽ ഇടയ്ക്ക് ഭക്ഷണവും കിട്ടും. ഇവിടുത്തെ ഫ്രൂട്ട് ട്രീസിൻ്റെ ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം. ഇത് ഇവിടെ പറിച്ചിട്ട് വന്നതാണ്. ഇതാണ് വെൽവെറ്റ് ആപ്പിൾ. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. ഇത് പഴുക്കാനായിട്ട് വെച്ചിരുന്നതാണെന്ന് തോന്നുന്നു. അതിൽ നിന്ന് ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്. അതിൽ ഇത് ഇച്ചിരി പഴുത്തിട്ടുണ്ട്. ഒന്ന് തുറന്ന് നോക്കാം. പഴുത്ത് തുടങ്ങിയതേ ഉള്ളൂ. യെസ്. ഓ, നടുക്കൊരു ഇതാണ് സംഭവം. ഇത് പഴുത്തിട്ടില്ല അല്ലേ? ഇത് കൊച്ചിനോട് പഴുക്കാനുണ്ട്. അയ്യോ, സോഫ്റ്റ്. ഓക്കെ, വെൽവെറ്റ് ആപ്പിൾ എന്നാണ് ഇത് പറയുന്നത്. ഇതെന്ത് ടേസ്റ്റാണെന്ന് നോക്കട്ടെ. അതിലുണ്ടോ നല്ല മണം. അല്ലേ, നല്ല മണം. ഇതെനിക്ക് തോന്നുന്നു ഇതെങ്ങനെ കട്ട് ചെയ്യേണ്ടതെന്ന് പോലും എനിക്ക് വലിയ പിടിയില്ല. സെൻറ്ററിലാണ് ഇങ്ങനത്തെ സീഡാണ്. കൊള്ളാലോ. ഒരു വെൽവെറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ ഇതിൻ്റെ പീസ്. വെൽവെറ്റിയാണ്, വെരി വെൽവെറ്റി. ഒരു പഞ്ഞിക്കട്ട എടുക്കുന്ന പോലെയുണ്ട്. അത് ഇച്ചിരി കൂടെ പഴുക്കണം തോന്നുന്നു. ബട്ട് സ്റ്റിൽ കറയൊന്നുമില്ല. നല്ല മധുരം. സ്പോഞ്ച് കഴിക്കുന്നുള്ളൂ, മധുരമുള്ള സ്പോഞ്ച്. ഇത് ഇച്ചിരി കൂടെ പഴുത്താൽ ഇച്ചിരി കൂടെ ഗംഭീരമാവും. ഇത് കൂട്ടത്തിൽ ഏറ്റവും പഴുത്തത് നോക്കി എടുക്കാം. വളരെ നൈസ്. ഇങ്ങനെ നടുക്കത്തൊരു കുരു. സോ നൈസ്. വെൽവെറ്റ് ആപ്പിൾ. ഇവിടുത്തെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഷെഫ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നോക്കി, ഇതാണ് ഓൾ സ്പൈസിൻ്റെ ഇലകൾ. പിന്നെ വെളിച്ചെണ്ണ, മഞ്ഞൾപ്പൊടി, പച്ചമുളക്, ചെറിയ ഉള്ളി, ഇഞ്ചി, പട്ട, ഉപ്പ്, കടുക്, കറിവേപ്പില, വറ്റൽമുളക്. ഇതാ നമ്മുടെ ഹീറോ. ഓക്കെ. പിന്നെ ഇത് തേങ്ങാക്കൊത്ത്, അതുപോലെ പച്ച കാഷ്യൂനട്ട്സ് ഇങ്ങനെ ഇളക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് വറുത്തര. ഇത് തേങ്ങയും എല്ലാം തീയലിൻ്റെ വറുത്തരക്കില്ല, ആ കാര്യങ്ങളാണ്. മല്ലി, മുളക്, തേങ്ങ, കൊച്ചുള്ളി, പെരിഞ്ചീരകം, പിന്നെ മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടി നന്നായിട്ട് വറുത്ത പേസ്റ്റ് പോലെ അരച്ചത്. അങ്ങനെ ഫൈനലി നമ്മൾ ഷെഫിൻ്റെ സ്നാക്സ് എല്ലാം കഴിച്ച് ഹാപ്പി ആയിട്ടിരിക്കുവാണ് ഞാൻ. ഷെഫ് രതീഷിൻ്റെ കൈപ്പുണ്യം അറിഞ്ഞേ പറ്റൂ. നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് ആ ഒരു കുക്കിങ്ങിൻ്റെ കുറച്ച് പാർട്ടും കൂടെ എടുക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ പച്ച കശുവണ്ടി കൊണ്ട് നടക്കണം. ഒരുപാടൊന്നും കിട്ടിയില്ല, കുറച്ചേ കിട്ടിയുള്ളൂ. പിന്നെ അതുകൊണ്ട് ആ ഉള്ളത് വെച്ചിട്ട് ഒരു തീയൽ ഉണ്ടാക്കാമെന്ന് ഷെഫ് പറഞ്ഞു. അതല്ലേ ഉദ്ദേശിക്കുന്നത് ഷെഫ്? അപ്പോൾ ഈ വറുത്തരയിൽ എന്തൊക്കെയുണ്ട്? അതിൽ തേങ്ങ, മല്ലി,
റെഡ് ചില്ലി, ഉണക്കമുളക്, പിന്നെ പെരിഞ്ചീരകം ചേർത്തിട്ടുണ്ട്, കൊച്ചുള്ളി ഉണ്ട്, മഞ്ഞൾപ്പൊടി, ഇഞ്ചി എല്ലാം ഉണ്ട് വറുത്തിട്ട്, കറിവേപ്പില എല്ലാം കൂടെ വറുത്തരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി ചേരുവകളെല്ലാം ഇവിടെ റെഡിയാണ്. അപ്പോൾ ഉണ്ടാക്കി തുടങ്ങാം അല്ലേ. കുറച്ച് വെളിച്ചെണ്ണ. അപ്പോൾ വെളിച്ചെണ്ണ അത് കഴിഞ്ഞിട്ട് കടുകിടാൻ പോണു. ഓക്കെ, ഏതാണ്ടൊരു 1 ടീസ്പൂൺ. ഓക്കെ, കൊച്ചുള്ളിയാണോ ആദ്യം? അതെ, ചൂടായി കടുക് പൊട്ടി കുറച്ച് കൊച്ചുള്ളി ചേർക്കുന്നു. ഒരു 1/4 കപ്പ് എന്ന് പറയാം അല്ലേ, ഒരു 10-15 എണ്ണം ഉണ്ടാവില്ലേ? അത്രേ ഉള്ളൂ. പട്ട 2 കഷ്ണം, ഇച്ചിരി എണ്ണയും കൂടി വയ്ക്കുന്നു. ഇഞ്ചി നീളത്തിലരിഞ്ഞത്, ചുള്ളി 1 ടേബിൾ സ്പൂൺ. ഇത് വെളുത്തുള്ളി. ഇപ്പോൾ വെളുത്തുള്ളി ഏതാണ്ട് ഒരു 1 ടേബിൾ സ്പൂൺ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് കിട്ടും. പിന്നെ എത്ര പച്ചമുളക് ഉണ്ടാവും? 2 പച്ചമുളക്. ഇത് വളരെ നേരിയതായിട്ട് സ്ലൈസ് ചെയ്താണ് കേട്ടോ, കാണാൻ തന്നെ എന്ത് ഭംഗിയാണ്, തിൻ സ്ലൈസസ്. ഇനി ഇതിൽ തേങ്ങാക്കൊത്ത്. കശുവണ്ടി കുറവായ തേങ്ങാക്കൊത്ത് കൂടുതൽ. കശുവണ്ടിക്ക് ബാലൻസ് ചെയ്തിട്ടിട്ടുണ്ട്. ഏകദേശം ഒരു 1/2 കപ്പോളം തേങ്ങ അരിഞ്ഞത്. ഇങ്ങനെ കുറച്ച് ഉപ്പൂടെ ഇടുക. അപ്പോൾ ഏതാണ്ട് അണ്ടിപ്പരിപ്പിന് അത്ര അണ്ടിപ്പരിപ്പ് ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് അത്രയും തന്നെ തേങ്ങ കൊത്തിട്ടു. അപ്പോൾ അത് വേറൊരു ടേസ്റ്റാണ്. ഉപ്പ് ചേർത്ത് കഴിഞ്ഞു. കുറച്ച് കറിവേപ്പില, പച്ചമുളക് ഇപ്പോൾ ഇടുന്നുണ്ട്, അതും കൂടെ. ഓക്കെ. റെഡ് ചില്ലീസ് ബ്രോക്കൺ, പച്ചമുളകും ചേർത്ത് തീ കൂട്ടാം അല്ലേ. എല്ലാം നല്ല വെളിച്ചെണ്ണയിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ മണം, നമ്മളിപ്പോൾ വെളിയിലോട്ട് ഇറങ്ങിയതാണ് കുക്ക് ചെയ്യുന്നത് അല്ലേ, ഷെഫിൻ്റെ കിച്ചണിൽ നിന്ന് പുറത്തിറങ്ങി. ഒരു ചേഞ്ച്. 20 വർഷം ഇവിടെ ഉണ്ടായിരുന്നോ? ഈ റിസോർട്ട് വന്നിട്ട് എത്ര വർഷമായി? 30 വർഷം. 30 ഇയേഴ്സ് ഓൾഡാണ് കേട്ടോ ഈ റിസോർട്ട്. ഷെഫ് ഇവിടെ വന്നിട്ട് 20 വർഷമായി എന്നാണ് പറയുന്നത്. ഇടയ്ക്ക് 1 വർഷം ഷെഫ് പുറത്ത് പോയിട്ട് വന്നു വിദേശത്ത്. പക്ഷേ ബാക്കി കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു ബ്രേക്ക് കഴിഞ്ഞാൽ ബാക്കി കൂട്ടിയാൽ 20 വർഷം. ലൈറ്റായിട്ട് മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഏകദേശം അത്രയില്ല, അതിനെക്കാട്ടിലും കുറച്ച്. ഉള്ളിയൊക്കെ നോക്കി നല്ലൊരു ഗോൾഡൻ ബ്രൗണായി. തേങ്ങയൊക്കെ ഏതാണ്ട് ഇപ്പോൾ വറുത്തര ഇടുകയാണ്. തേങ്ങ എല്ലാം കൂടി വറുത്തരച്ച്, തേങ്ങ, മല്ലി, മുളക്, ഇഞ്ചി, പെരിഞ്ചീരകം, കറിവേപ്പില. വെള്ളം ഒഴിക്കത്തില്ലേ? വെള്ളം ഒഴിക്കും. ഒന്ന് സോട്ടായിട്ട്. ഓക്കെ. നല്ല മണം. ആ ഒരു മസാലയുടെ മണം. ഒഴിക്കട്ടെ? പക്ഷെ പറഞ്ഞോളൂ എത്ര വേണമെന്ന്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു. അപ്പോൾ ഗ്രേവിക്ക് അനുസരിച്ചിട്ടാണ്. ഇനി ഇതിനകത്ത് കിടന്നാണ് അണ്ടിപ്പരിപ്പ് വേകേണ്ടത്. പച്ച കശുവണ്ടി ഇടുന്നു. ഈ പച്ച അണ്ടിപ്പരിപ്പേ വെറുതെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ്. ഇതിൻ്റെ മുളച്ചത് നല്ലതാണ്. അതിങ്ങനെ ഇതിൻ്റെ താഴെ വീണ് കിടക്കും. അതെ, ഞാനത് എവിടെയോ കണ്ടിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റ് അല്ലേ? അതെ. ഇവിടെ ആവശ്യം പോലെ കശുമാവൊക്കെ ഉണ്ട്. എൻ്റെ സീസണിൽ ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാൻ പറ്റുന്നുണ്ടാവും അല്ലേ, പല കാര്യങ്ങളും. ഈ പറങ്കിമാവിൻ്റെ പഴമില്ലേ, മറ്റേ ഫ്രൂട്ട്, അത് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യുമല്ലോ അല്ലേ? വൈനൊക്കെ ഉണ്ടാക്കുമല്ലോ ആൾക്കാർ. വൈനുണ്ടാക്കാം. അതായത് ഓൾ സ്പൈസിൻ്റെ ഇലയെക്കാട്ടിലും ഹാർഡായിട്ടുള്ള ഇലയാണ് നല്ല. ഇപ്പോൾ കൂട്ടി ഇതും കൂടി ഇട്ടാൽ, ഇത് വെറുതെ ഇട്ടാൽ മതിയോ? വേണ്ട. ഓക്കെ. സർവ്വസുഗന്ധി, അതാണ് ഓൾ സ്പൈസ്. ഈ സർവ്വസുഗന്ധിയുടെ ഇലയെ അത് ലാസ്റ്റിങ്ങിന് ഇട്ടല്ലോ ഷെഫ്. അപ്പോൾ അതിന് എന്തെങ്കിലും കാര്യമുണ്ടോ പ്രത്യേകിച്ച്? നമ്മുടെ മീറ്റ് മസാലയ്ക്ക് പകരം ഉപയോഗിക്കുന്ന നല്ല ആണല്ലേ. അത് ഇട്ടിട്ട് അടച്ചിടുമോ? എങ്ങനെയാണ്? ലാസ്റ്റ് ഇട്ടാലും മതി. ഒരു 10 മിനിറ്റ് അടച്ചു വെച്ചാൽ മതി. നല്ല ചിക്കൻ കറിക്ക് എല്ലാം എക്സ്ട്രാ ഫ്ലേവർ ഇട്ട്. കറി എൻ്റെ കയ്യിലുണ്ട്, എൻ്റെ വീട്ടിൽ നമ്മുടെ മോളീസ് ഗാർഡനിലുള്ളതാണ് ഈ സർവ്വസുഗന്ധി, നമ്മുടെ ഓൾ സ്പൈസിൻ്റെ ട്രീ. അപ്പോൾ ഞാനങ്ങനെ അധികം ഉപയോഗിക്കാറില്ല, പക്ഷേ ഇപ്പോൾ ഷെഫ് പറയുന്നത് ഉപയോഗിക്കണം എന്ന് പറയുന്നത് മണമാണെന്ന്. അത് ഏത് കറിയിൽ, ചിക്കൻ കറിയിലൊക്കെ ഇട്ടിട്ട് അടച്ചങ്ങിട്ടാൽ മതി ലാസ്റ്റ്. അപ്പോൾ ഇതിലിടുമ്പോൾ അറിയാമല്ലോ എല്ലാ സ്പൈസസിൻ്റെയും മണം അതിൽ കൂടെ കിട്ടും അല്ലേ.
അപ്പം തന്നെ നല്ല മണം വരുന്നുണ്ട്. നമുക്കിവിടെ ഇഷ്ടം പോലെ ഉണ്ട്. നിങ്ങൾക്കിത് എപ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യമാണ്. അതെ, അത് ഒടിച്ചെടുക്കുമ്പോഴത്തേക്കും വീണ്ടും ആയിക്കോളും. കറിവേപ്പ് പോലെ. കറിവേപ്പ് പോലെ അതിങ്ങനെ കൊണ്ട വെച്ചിട്ടാണോ ഒടിക്കണ്ടേ? തണ്ടോടുകൂടി. പിന്നെ പുതിയത് കിളിർത്ത് വരും. ഇവിടെ എല്ലാം നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇവർ ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചായിരുന്നു, നോ അജിനോമോട്ട എന്ന്. കളറ് ഇതൊന്നും ഉപയോഗിക്കാറില്ല, ഒക്കെ നാച്ചുറലാണ്. കാര്യം അങ്ങനെ ഒരു ഗ്രീൻ സ്പേസിലാണ് ഈ റിസോർട്ട് ഇരിക്കുന്നത്, എൻ്റെ കംപ്ലീറ്റ് ആൾക്കാർ. ഇനി ഈ ഷെഫ് പറയുന്ന പോലെ ഇതൊരു തീയലായതുകൊണ്ട് ഒരല്പം പുളി ചേർക്കാം അല്ലേ? പിന്നെ വേണം പൊടിക്ക്. പിന്നെ ചിലർക്ക് ഈ മസാല ടേസ്റ്റ് ഒരു മസാല പോലെയാണ് ചെയ്യണമെങ്കിൽ പുളി ഇല്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഒരു തീയലെന്ന് പറഞ്ഞാൽ ഇച്ചിരി പുളി വേണം. പിന്നെ ഇച്ചിരി ശർക്കരയും കൂടി ഷെഫ് ചേർക്കുക, ഒരു പൊടിക്ക് അല്ലേ? ഒരു ചെറിയ ടീസ്പൂൺ ശർക്കര, ഇച്ചിരി പുളി, വാളംപുളി പിഴിഞ്ഞത്, ശർക്കരയുണ്ട്, പിന്നെ വാളംപുളിയുണ്ട് പിഴിഞ്ഞത്. അങ്ങനെ ഫൈനൽ ടച്ച് കഴിഞ്ഞു. എല്ലാം കറക്റ്റ്. പുളി, ഇച്ചിരി ശർക്കര, ഗംഭീരമായിട്ടുണ്ട്. ഞാൻ ഷെഫ് ഇടയ്ക്ക് ഉപ്പ് നോക്കുന്നുണ്ട്, ഞാനും ഇടയ്ക്ക്. അടിപൊളി, ഗംഭീരം. നമുക്കെന്നാ പോഷൻ ബോളിലേക്ക് മാറ്റിയാലോ? അങ്ങനെ ഷെഫിൻ്റെ അടിപൊളി പച്ച അണ്ടിപ്പരിപ്പ് തീയൽ റെഡി. യെസ്, ടേസ്റ്റ് ചെയ്യാം. ഉപ്പ് നോക്കുന്നുണ്ടായിരുന്നു, എങ്കിലും ഇത് പീസും കൂടെ ചേർത്ത് കഴിക്കുമ്പോഴേ അത് വേറെ ലെവലാണ്. ആഹാ, അടിപൊളി. താങ്ക് യു. അയ്യോ, സന്തോഷമായി, ഗംഭീരം. ഇതുപോലൊരു കറി ഉണ്ടെങ്കിൽ ഒരു പറ ചോറുണ്ടാം. അങ്ങനെയല്ലേ പറയുന്നത്? നല്ല കറിയാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ ചോറുണ്ടാം. എക്സലൻറ്റ്. ഈവൻ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനും വളരെ നല്ലതായിരിക്കും. ചപ്പാത്തി, പൊറോട്ട എല്ലാം നല്ല, എല്ലാത്തിനും നല്ല. ഒരു നല്ല ഭയങ്കര ഫ്ലേവർഫുൾ, വെരി ടേസ്റ്റി, എക്സലൻറ്റ്. താങ്ക് യു.